കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ഭാഗ്യം ചെന്ന പാർട്ടിയും അതുപോലെ തന്നെ ഏറ്റവും നിർഭാഗ്യം നിറഞ്ഞ പാർട്ടിയും എൻ്റെ അഭിപ്രായത്തിൽ ഒന്ന് തന്നെയാണ്. റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന RSP. അങ്ങനെ പൊതുവായി പറഞ്ഞാൽ പോരാ, ഇപ്പോൾ UDF മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന RSP. NK പ്രേമചന്ദ്രനും ഷിബു ബേബി ജോണും അസീസുമൊക്കെ അംഗങ്ങളായിട്ടുള്ള RSPയുടെ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആദ്യം പറഞ്ഞു RSP കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ഭാഗ്യം നിറഞ്ഞ പാർട്ടിയും അതുപോലെ നിർഭാഗ്യം നിറഞ്ഞ പാർട്ടിയുമാണെന്ന്. ഈ പറഞ്ഞതിൽ രണ്ടാമത്തെ കാര്യം, അതായത് എന്തുകൊണ്ട് RSPയെ നിർഭാഗ്യ പാർട്ടി എന്ന് വിളിക്കുന്നു എന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ഞാനൊരു കണക്ക് പറയാം, ശ്രദ്ധിച്ചു കേൾക്കണം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF മുന്നണിയിൽ CPM മത്സരിച്ചത് 75 സീറ്റുകളിലാണ്. അവർ വിജയിച്ചത് 62 സീറ്റുകളിലും. 23 സീറ്റുകളിൽ മത്സരിച്ച CPI 17 എണ്ണത്തിൽ വിജയിച്ചു. 12 സീറ്റുകളിൽ മത്സരിച്ച കേരള കോൺഗ്രസ് എം 5 സീറ്റുകളിൽ വിജയിച്ചപ്പോൾ 4 സീറ്റുകളിൽ മത്സരിച്ച ജനതാദൾ സെക്കുലർ 2 സീറ്റുകളിൽ വിജയിച്ചു. NCP, RJD, INL എന്നീ പാർട്ടികൾ 3 സീറ്റുകളിൽ വീതം മത്സരിച്ചു. ഇതിൽ NCP 2 സീറ്റുകളിൽ വിജയിച്ചപ്പോൾ RJDയും INLും ഓരോ സീറ്റുകളിൽ വീതം വിജയിച്ചു. ഒരു സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് എസ് ആ ഒരു സീറ്റിൽ വിജയിച്ചു. ഞാൻ ഈ പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാര്യം. ഇനി 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFിലെ കക്ഷികൾ മത്സരിച്ച സീറ്റുകളുടെ എണ്ണവും വിജയിച്ച സീറ്റുകളുടെ എണ്ണവും നമുക്കൊന്ന് പരിശോധിക്കാം. UDFിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ചത് കോൺഗ്രസ് ആണ്. 93 സീറ്റുകളിലാണ് 2021 കോൺഗ്രസ് മത്സരിച്ചത്. പക്ഷേ വെറും 21 സീറ്റുകളിൽ മാത്രമാണ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. മുസ്ലിം ലീഗ് 25 സീറ്റുകളിൽ മത്സരിക്കുകയും 15 സീറ്റുകളിൽ വിജയിക്കുകയും ചെയ്തു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം 10 സീറ്റുകളിൽ മത്സരിച്ച് 2 സീറ്റുകളിൽ വിജയിച്ചു. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം 1 സീറ്റിൽ മത്സരിച്ച് ആ ഒരു സീറ്റിൽ വിജയിക്കുകയും ചെയ്തു. റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന RMP 1 സീറ്റിൽ മത്സരിച്ചു. ആ ഒരു സീറ്റിൽ അവർ വിജയിക്കുകയും ചെയ്തു. ഇനി പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന RSP 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സീറ്റുകളുടെ എണ്ണം 5, വിജയിച്ച സീറ്റുകളുടെ എണ്ണം 0. അതായത് 5 സീറ്റുകളിൽ മത്സരിച്ച RSP 1 സീറ്റിൽ പോലും വിജയിച്ചില്ല എന്ന്. ഇരു മുന്നണികളിലായി മത്സരിച്ച ഏകദേശം 14ഓളം രാഷ്ട്രീയ പാർട്ടികളിൽ ഒരു വിജയം പോലും നേടാനാകാത്തത് ഈ പറയുന്ന RSPക്ക് മാത്രമാണ്. മത്സരിച്ചത് 5 സീറ്റുകളിൽ. 1ഉം 1.5യും സീറ്റുകളിൽ മത്സരിച്ച രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഒരു വിജയമെങ്കിലും സ്വന്തമാക്കിയപ്പോൾ 5 സീറ്റുകളിൽ മത്സരിച്ച RSPക്ക് ഒരു ജയം പോലും 2021 കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് പറയുമ്പോൾ പാർട്ടി ഇപ്പോൾ എത്തി നിൽക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 2021 മാത്രമല്ല, 5 വർഷം മുൻപ് 2016ലെയും അവസ്ഥ ഏകദേശം ഇത് തന്നെയായിരുന്നു. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ RSP ഒരു നിർഭാഗ്യ പാർട്ടി മാത്രമല്ല, ഭാഗ്യമുള്ള പാർട്ടി കൂടിയാണ്. ആ ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ 5 സീറ്റുകളിൽ മത്സരിച്ച് 1 സീറ്റിൽ പോലും ജയിക്കാൻ കഴിയാതിരുന്ന RSP ഇപ്പോഴും UDFിലെ ഘടകകക്ഷികളിൽ 4ാം സ്ഥാനത്താണ്. അതാണ് ഭാഗ്യം. അതായത് സീറ്റുകളുടെ എണ്ണത്തിൽ ആ ഒരു പരിഗണന അവർക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു ഭാഗ്യം തന്നെയല്ലേ. മാത്രമല്ല, പാർട്ടിക്ക് ഒരു ലോക്സഭാ MPയും നിലവിലുണ്ട്. RSPയുടെ NK പ്രേമചന്ദ്രൻ പാർലമെൻറ്റ് മെമ്പറായി വിജയിച്ചത് RSPയുടെ കഴിവ് കൊണ്ടല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ചവറയ്ക്ക് വെളിയിൽ, അതായത് കൊല്ലം ജില്ലയിലെ കിഴക്കു ഭാഗങ്ങളിൽ UDF പ്രവർത്തകരുടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളും സഹകരണവും കൊണ്ടുതന്നെയാണ് RSPക്ക് ഒരു MP സ്ഥാനം ലഭിച്ചത്. ചുരുക്കത്തിൽ, ഇപ്പോൾ ഒരു പാർലമെൻറ്റ് മെമ്പർക്ക് വേണ്ടി മാത്രം ഒരു പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ RSP ചെയ്തുകൊണ്ടിരിക്കുന്നത്. UDFിലെ RSPയെ സംബന്ധിച്ച് 2016-2021 വർഷങ്ങൾ പരീക്ഷണ കാലഘട്ടമായിരുന്നെങ്കിൽ 2026 അങ്ങനെയല്ല. പരീക്ഷണ സമയത്തെ വൻ പരാജയങ്ങൾ RSPയുടെ ഇനിയുള്ള രാഷ്ട്രീയ ഭാവി യഥാർത്ഥത്തിൽ തുലാസിലാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ RSPയെ സംബന്ധിച്ച് UDF ചില നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നു എന്നാണ് വിവരം. പക്ഷേ ഈ തീരുമാനം കോൺഗ്രസിൽ ചില പൊട്ടിത്തെറികൾ സൃഷ്ടിക്കുമെന്നുള്ള കാര്യവും ഇപ്പോൾ ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനായി RSPക്ക് UDF നൽകിയിരിക്കുന്നത് 5 സീറ്റുകളാണ്. അതിൽ 4 സീറ്റുകൾ സ്ഥിരം സീറ്റുകളും 1 സീറ്റ് അതത് വർഷങ്ങളിലെ സാഹചര്യം അനുസരിച്ചായിരിക്കും നൽകുന്നത്. 2021 UDF നൽകിയത് മട്ടന്നൂർ നിയമസഭാ മണ്ഡലമായിരുന്നു. 2016 RSPക്ക് ലഭിച്ചത് തൃശ്ശൂർ ജില്ലയിലെ കയ്പമംഗലം നിയമസഭാ സീറ്റും.
ഇത്തരത്തിൽ ദാനം കിട്ടുന്ന സീറ്റുകൾ പോയിട്ട് സ്ഥിരമുള്ള സീറ്റുകളിൽ പോലും വിജയിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ആർ.എസ്.പി. സ്ഥിരമായി ആർ.എസ്.പി. മത്സരിക്കുകയും ആ മത്സരങ്ങളിലെല്ലാം അവർ തോൽക്കുകയും ചെയ്യുന്നതിനാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ.എസ്.പിക്ക് നൽകിയിരിക്കുന്ന ചില സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുക്കും എന്ന ഒരു സൂചന നേരത്തെ പുറത്തു വന്നിരുന്നു. അതിൽ പ്രധാനമായും പറഞ്ഞു കേട്ടത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലമാണ്. ഈ മണ്ഡലത്തിന് പുറമെ കൊല്ലം ജില്ലയിലെ ചവറ, ഇരവിപുരം, കുന്നത്തൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലുമാണ് ആർ.എസ്.പി. സ്ഥിരമായി മത്സരിക്കുന്നത്. ആറ്റിങ്ങൽ മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വാദം ആർ.എസ്.പിക്ക് മണ്ഡലത്തിൽ സ്വാധീനമില്ല എന്നുള്ളതാണ്. ആർ.എസ്.പി. മണ്ഡലത്തിൽ മത്സരിച്ചിട്ട് കാര്യമൊന്നുമില്ലെന്നും ആ സമയത്ത് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തി ഒന്ന് വർക്ക് ചെയ്താൽ ചിലപ്പോൾ വിജയം കോൺഗ്രസിൻ്റെ കയ്യിൽ ഇരിക്കും എന്നുമാണ് കോൺഗ്രസ് നേതാക്കൾ കരുതുന്നത്. എന്നാൽ ചാവുകയുമില്ല, കട്ടിൽ ഒഴിയുകയുമില്ല എന്ന അവസ്ഥയിലാണ് സത്യം പറഞ്ഞാൽ ആർ.എസ്.പി. ജയിക്കാനും പറ്റുന്നില്ല, എന്നാൽ മണ്ഡലം വിട്ട് കൊടുക്കാനും മനസ്സില്ല. ആ സ്ഥിതിയിലായിരുന്നു ഇതുവരെ ആർ.എസ്.പി. എന്ന് വേണമെങ്കിൽ പറയാം. മണ്ഡലം തിരിച്ചെടുക്കാൻ പോകുന്നു എന്ന സൂചനകൾ പുറത്തു വന്നതോടെ ആ നടപടിയെ പല്ലും നാവും കൊണ്ടുവരെ എതിർക്കാൻ തയ്യാറായിട്ടാണ് ആർ.എസ്.പി. നിന്നത്. എന്നാൽ ഇപ്പോൾ ആർ.എസ്.പിക്ക് ചെറിയൊരു മനംമാറ്റം ഉണ്ടായിരിക്കുന്നു. ആറ്റിങ്ങൽ മണ്ഡലം വേണമെങ്കിൽ തങ്ങൾ കോൺഗ്രസിന് വിട്ടുകൊടുക്കാമെന്നാണ് ആർ.എസ്.പി. പറയുന്നത്. അവിടെ കോൺഗ്രസ് തങ്ങളുടെ സ്ഥാനാർത്ഥികളെ നിർത്തി വിജയിപ്പിക്കുകയാണെങ്കിൽ വിജയിപ്പിക്കട്ടെ എന്ന്. തങ്ങൾ ഇതുവരെ മണ്ഡലത്തിൽ മത്സരിച്ചു എങ്കിലും ഇതുവരെ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന സത്യം ആർ.എസ്.പി. ഉൾക്കൊണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് മണ്ഡലം വേണമെങ്കിൽ കോൺഗ്രസിന് വിട്ടുകൊടുക്കാൻ ആർ.എസ്.പി. തയ്യാറാണ്. പക്ഷേ പകരം തങ്ങൾ ചോദിക്കുന്ന ഒരു മണ്ഡലം തങ്ങൾക്ക് വിട്ടുതരണമെന്നായിരുന്നു ആർ.എസ്.പിയുടെ ആവശ്യം. ആറ്റിങ്ങൽ മണ്ഡലം ആർ.എസ്.പി. കോൺഗ്രസിന് വിട്ടുകൊടുക്കണമെങ്കിൽ ആർ.എസ്.പി. പറയുന്ന ഒരു മണ്ഡലം കോൺഗ്രസ് വിട്ടുകൊടുക്കാൻ തയ്യാറാകണമെന്നാണ് ആർ.എസ്.പി. മുന്നോട്ട് വച്ചടി. അതും കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് ആർ.എസ്.പി. തിരിച്ച് ചോദിച്ചത്. യഥാർത്ഥത്തിൽ വളരെ ബുദ്ധിപൂർവമായ ഒരു കളിയാണ് ആർ.എസ്.പി. കളിക്കുന്നത്. കാരണം ഇനിയുള്ള കാലത്തും ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ തങ്ങൾക്ക് ജയിക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം ആർ.എസ്.പിക്ക് തീർച്ചയായും അറിയാം. അതുകൊണ്ട് തന്നെ ആറ്റിങ്ങൽ മണ്ഡലം കോൺഗ്രസ് തിരിച്ചെടുത്താലും അത് അവർക്ക് നഷ്ടമുണ്ടാക്കുന്നില്ല എന്നുള്ള കാര്യവും വ്യക്തമാണ്. എന്നാൽ അതിൻ്റെ പേരിൽ ആർ.എസ്.പി. ചോദിക്കുന്നത് കൊല്ലം നിയമസഭാ മണ്ഡലമാണ്. നിലവിൽ കൊല്ലത്ത് യു.ഡി.എഫിൽ മത്സരിക്കുന്നത് കോൺഗ്രസ്സാണ്. 2006 മുതൽ മണ്ഡലത്തിൽ വിജയിച്ചു വരുന്നത് CPM. 2006-ലും 2011-ലും CPM-ൻ്റെ മുതിർന്ന നേതാവ് P.K. ഗുരുദാസൻ മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിച്ചു. 2016-ലും 2021-ലും നടനും നിലവിലെ MLA-യുമായ മുകേഷ് മണ്ഡലത്തിൽ വിജയിച്ചു. ഇതിൽ 2006-ൽ യു.ഡി.എഫിലുള്ള ആർ.എസ്.പിയെ തോൽപ്പിച്ചുകൊണ്ടാണ് P.K. ഗുരുദാസൻ മണ്ഡലത്തിൽ വിജയിക്കുന്നത്. ആർ.എസ്.പി. എമ്മിലെ ബാബു ദിവാകരനായിരുന്നു അന്ന് യു.ഡി.എഫ് സ്ഥാനാർത്ഥി. അതിനു മുൻപ് യു.ഡി.എഫിലെയും എൽ.ഡി.എഫിലെയും ആർ.എസ്.പി. പാർട്ടികൾ പരസ്പരം മത്സരിക്കുന്ന ഒരിടമായിരുന്നു കൊല്ലം നിയമസഭാ മണ്ഡലം. അതിൽ 1991-ൽ യു.ഡി.എഫിൽ ആർ.എസ്.പിക്ക് പകരം മത്സരിക്കാനെത്തിയത് കോൺഗ്രസ് ആയിരുന്നു, കടവൂർ ശിവദാസൻ. അന്ന് കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ കടവൂർ ശിവദാസൻ വിജയിക്കുകയും ചെയ്തു. എന്നാൽ അവിടെയുള്ള ഒരു കൗതുകം എന്ന് പറയുന്നത് ഈ കടവൂർ ശിവദാസൻ മുൻപ് ആർ.എസ്.പി. നേതാവായിരുന്നു. 1987-ലും 1981-ലും ആർ.എസ്.പി. സ്ഥാനാർത്ഥിയായി കടവൂർ ശിവദാസൻ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ 1981-ൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. അപ്പോൾ മൊത്തത്തിലുള്ള കണക്ക് നോക്കിയാൽ ആർ.എസ്.പിക്ക് അത്യാവശ്യ സ്വാധീനമുള്ള ഇടമാണ് കൊല്ലം നിയമസഭാ മണ്ഡലമെന്ന് മനസ്സിലാകും. നിലവിലെ സാഹചര്യത്തിൽ ചവറ കഴിഞ്ഞാൽ ആർ.എസ്.പിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മണ്ഡലം കൊല്ലമാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട ആർ.എസ്.പികളെല്ലാം ഒന്നായി യു.ഡി.എഫിൻ്റെ ഭാഗമായതുകൊണ്ട് കൊല്ലം മണ്ഡലം തങ്ങൾക്ക് തിരിച്ചു കിട്ടിയാൽ അവിടെ മത്സരിച്ച് വിജയിക്കാമെന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ആർ.എസ്.പി. ആറ്റിങ്ങലിന് പകരം കൊല്ലം മണ്ഡലം തങ്ങൾക്ക് വേണമെന്ന് യു.ഡി.എഫിനോട് ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇവിടെ കോൺഗ്രസ് ഈ ആവശ്യത്തോട് അനുഭാവപൂർവ്വം പ്രതികരിച്ചു എന്നാണ് സൂചനകൾ. അതായത് സംവരണ മണ്ഡലമായ ആറ്റിങ്ങലിൽ തങ്ങളുടെ സ്ഥാനാർത്ഥിയെ വേണമെങ്കിൽ മത്സരിപ്പിക്കാമെന്ന നിലപാടിലാണ് കോൺഗ്രസ് ഇപ്പോൾ ഉള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് നേരത്തെ ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലം സംവരണ മണ്ഡലമാകുന്നതിന് മുൻപ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ അവിടെ മത്സരിപ്പിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കോൺഗ്രസിന് ആവശ്യത്തിന് വോട്ട് ബാങ്ക് മണ്ഡലത്തിലുണ്ട്. 2016-ലെയും 2021-ലെയും നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലൊക്കെ യു.ഡി.എഫ് 3-ാം സ്ഥാനത്തേക്കാണ് പോയിരുന്നത്. കാരണം മണ്ഡലത്തിൽ യു.ഡി.എഫിന് വേണ്ടി മത്സരിച്ചിരുന്നത് ആർ.എസ്.പി. ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചൊരു ജീവൻ മരണ പോരാട്ടമാണ്. ചില വിട്ടുവീഴ്ചകൾ നടത്തിയാൽ അത് ചിലപ്പോൾ കൂടുതൽ സീറ്റുകളിൽ വിജയിക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയേക്കാം എന്ന ചിന്ത ഇപ്പോൾ കോൺഗ്രസിനുണ്ട്. തങ്ങളുടെ കഴിവുകേട് കൊണ്ട് അല്ലെങ്കിൽ തെറ്റായ തീരുമാനം കൊണ്ട് ഒരു സീറ്റ് പോലും ഇപ്പോൾ നഷ്ടപ്പെടരുത് എന്ന ഉറച്ച തീരുമാനത്തിലാണ് കോൺഗ്രസ്.
അതുകൊണ്ട് തന്നെ RSPയുടെ കൊല്ലം വേണമെന്ന ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കുകയും അതിൽ തീരുമാനമെടുക്കുകയും ചെയ്യുമെന്നാണ് കോൺഗ്രസുമായി അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. പകരം RSPയുടെ 2 സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. കൊല്ലം RSPക്ക് വിട്ടുകൊടുത്ത് RSP നിലവിൽ കൈവശം വച്ചുകൊണ്ടിരിക്കുന്ന ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലവും ഇരവിപുരം നിയമസഭാ മണ്ഡലവും കോൺഗ്രസ് ഏറ്റെടുത്തേക്കും എന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. RSPക്ക് കൊല്ലം നിയമസഭാ മണ്ഡലം കോൺഗ്രസ് വിട്ടുകൊടുക്കുകയാണെങ്കിൽ പകരം 2 അല്ല 3 മണ്ഡലം കിട്ടിയാലും ആ തീരുമാനം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ ഒരു തീരുമാനമുണ്ടായാൽ പാർട്ടിയിൽ ആദ്യം കലാപക്കൊടി ഉയർത്തുന്നത് കോൺഗ്രസ് വനിതാ നേതാവായ ബിന്ദു കൃഷ്ണയായിരിക്കും. 2021 മുതൽ തന്നെ കോൺഗ്രസ് വനിതാ നേതാവ് ബിന്ദു കൃഷ്ണ മണ്ഡലത്തിൽ മത്സരിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ച് അവിടെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരുന്നു. 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിന്ദു കൃഷ്ണ കൊല്ലം മണ്ഡലത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയാകുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പിച്ചതുമാണ്. കൊല്ലം നിലവിൽ കോൺഗ്രസിന് വളരെയേറെ പ്രതീക്ഷയുള്ള മണ്ഡലമാണെന്നും ഉറപ്പായും ഇത്തവണ UDFന് മണ്ഡലത്തിൽ ജയിക്കാൻ കഴിയുമെന്നുമാണ് ബിന്ദു കൃഷ്ണ പറയുന്നത്. കൊല്ലം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി താനാണ് എന്ന മുന്നൊരുക്കത്തോടു കൂടി തന്നെയാണ് ബിന്ദു കൃഷ്ണ ഇപ്പോൾ മുന്നോട്ടു പോകുന്നത്. ഈ സാഹചര്യത്തിൽ കൊല്ലം മണ്ഡലം RSPക്ക് നൽകിയാൽ അത് കോൺഗ്രസിനുള്ളിൽ തന്നെ എതിർപ്പുകൾക്ക് കാരണമാകുമെന്ന് ഉറപ്പാണ്. എന്നാൽ മുന്നണിയുടെ കെട്ടുറപ്പും ഒരേ മനസ്സോടെ നിന്നാൽ മാത്രമേ കേരളത്തിൽ ഇത്തവണ ഭരണം പിടിക്കാൻ കഴിയുകയുള്ളൂ എന്ന തിരിച്ചറിവും ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങളെ അവഗണിക്കാനായിരിക്കും കോൺഗ്രസിനെ പ്രേരിപ്പിക്കുക.